മൂകാംബിക സന്നിധിയിൽ അങ്ങനെ ഞങ്ങൾ എത്തിച്ചേർന്നു കേട്ടോ. ഞങ്ങളവിടെ ബീന റെസിഡൻസി ആണ് കേട്ടോ ബുക്ക് ചെയ്തത് ഓൾറെഡി. അവിടെ നിന്ന് യഥാർത്ഥത്തിൽ ക്ഷേത്രത്തിൽ വെറും 100 മീറ്റർ ദൂരെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഓൺലൈൻ ബുക്ക് ചെയ്തപ്പോൾ ഇത്രയും വിചാരിച്ചില്ല, തൊട്ടടുത്തായിരിക്കുന്നു. പക്ഷേ നമുക്ക് ദേവി ഓടി ഓടി പോയി കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹോട്ടലിലാട്ടോ ഞങ്ങൾ താമസം. ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. ക്ഷേത്രത്തിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. അതോ കണ്ടില്ലേ, എഴുതിപ്പിക്കാനായിട്ട് എന്തുമാത്രം തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ദേവിയെ കണ്ട് അനുവാദം മേടിച്ചിട്ട് കല്ലൂന് വിദ്യാരംഭം കുറിക്കാൻ കേട്ടോ. അങ്ങനെ നമ്മൾ ക്യൂവിൽ നിന്ന് അകത്തായപ്പോൾ ദേവി പുറത്തോട്ട് എഴുന്നള്ളി കേട്ടോ. അങ്ങനെ ആ പുറത്ത് എഴുന്നള്ളി ദേവി നന്നായി നമ്മൾ കണ്ട് തൊഴുതതിന് ശേഷം അകത്ത് കയറി ദേവിയുടെ അനുവാദവും മേടിച്ചിട്ടാട്ടോ കല്ലൂന് ഞങ്ങൾ വിദ്യാരംഭം കുറിച്ചത് തന്നെ. നമ്മുടെ ഒരു വലിയൊരു ആഗ്രഹം കേട്ടോ അവിടെ സഫലീകരിച്ചത്. ഈ പശുവിനെയും പശുക്കിടാവിനെയും കണ്ടാട്ടോ ദേവി ഉണരുന്നത്. അങ്ങനെ അതിനെയൊക്കെ തലോടി ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു കേട്ടോ. ഇനി കല്ലൂൻ്റെ വിദ്യാരംഭവും അമ്പലത്തിലെ മറ്റു വിശേഷങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ. അപ്പോൾ അതുവരെയും ടാറ്റാ ബൈ ബൈ, സീ യു.